A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Aishwarya Institute of Nursing Sciences. Sri Vivekananda Padana Kendram, Palemad, Edakara. ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ യുവതി യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ചെയ്തു. മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചാണ് 65 പേർക്ക് ലൈസൻസ് ലഭ്യമാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPS നിർവഹിച്ചു. ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ യുവതി യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ചെയ്തു. മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചാണ് 65 പേർക്ക് ഇന്ന് ലൈസൻസ് വിതരണം നടത്തിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് IPS നിലമ്പൂർ DYSP ഓഫീസിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു. മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ SRE ഫണ്ട് ഉപയോഗിച്ച് ജില്ലയിലെ വനത്തിനകത്തും വനത്തിനോട് ചേർന്നും താമസിക്കുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ യുവതി യുവാക്കൾക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയത്. ഡ്രൈവിംഗ് പരിശീലനം കൊടുത്ത് ലൈസൻസ് നൽകുന്ന പദ്ധതി പ്രകാരമാണ് 65 പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം നടത്തിയത്. 2 തവണകളായി 140 പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് SP വിശ്വനാഥ് IPS പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 75 പേർക്ക് ലൈസൻസ് നൽകിയിരുന്നു. ഇന്ന് 65 പേർക്കാണ് ലൈസൻസ് വിതരണം നടത്തിയത്. ഇതിൽ 8 പേർക്ക് 4 വീൽ ലൈസൻസ് ആണ് നൽകിയത്. ഇത് ഇവർക്ക് ഉപജീവനത്തിന് കൂടി സഹായകരമാകുമെന്നും ഉൾവനത്തിൽ കഴിയുന്ന ഇവർക്ക് വാഹനം ഓടിക്കാൻ ലൈസൻസ് നൽകുന്നതിലൂടെ നിയമ തടസ്സം ഒഴിവാക്കാനും സുരക്ഷ ഉറപ്പാക്കാനും കഴിയുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കേരള പോലീസും കൂടാതെ മോട്ടോർ വാഹന വകുപ്പും ചേർന്നിട്ടുള്ള ഒരു ട്രൈബൽ മേഖലയിലെ ചെറുപ്പക്കാർക്ക് അവർ വാഹന ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സെക്യൂരിറ്റി റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ, അതായത് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ജില്ലകൾക്കുള്ള ഫണ്ട് വിനിയോഗിച്ച് ഇന്ന് നമ്മൾ 65ഓളം ചെറുപ്പക്കാർക്ക് ലൈസൻസുകൾ, അതിൽ 8 പേർക്ക് 4 വീലറും ബാക്കി എല്ലാവർക്കും 2 വീലർ ലൈസൻസുകളും കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ കഴിഞ്ഞത്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ കാണുന്നത്. അതിൽ നിയമ സംവിധാനത്തിനോട് അതിൻ്റെ അജ്ഞത കൊണ്ടും കുറേയൊക്കെ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്താത്തത് കൊണ്ടും തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ നിയമപ്രശ്നങ്ങൾ ഒരു വഴിക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ മറ്റോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട ഇൻഷുറൻസ് ക്ലെയിം അടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങൾക്കും വിഘാതമാകുമെന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി 2023 ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ 75 പേർക്കാണ് ഇത്തരത്തിൽ ലൈസൻസ് കൊടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇത്തവണ ഏതാണ്ട് 65ഓളം പേർക്കത് നൽകപ്പെട്ടിരിക്കുകയാണ്. ഒരേ സമയം അവരെ നിയമ സംവിധാനത്തിൽ നിയമത്തിൻ്റെ രക്ഷകളെല്ലാം നേരിടുകയും അതോടൊപ്പം തന്നെ ഒരു ഉപജീവനം എന്നുള്ള നിലയ്ക്ക് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് അവർക്ക് പ്രചോദനമാകണം എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നിവിടെ നടന്നതിൽ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും വരുന്ന കാലത്തും ഇത്തരത്തിലുള്ള എഫേർട്സ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ മേഖലയിൽ, ട്രൈബൽ മേഖലയിലേക്ക് ഉണ്ടാകും. മോട്ടോർ വാഹന വകുപ്പും ജില്ലാ പോലീസും ചേർന്നാണ് പദ്ധതി നടപ്പാക്കിയത്. മാവോയിസ്റ്റ് ഇടപെടലുണ്ടായപ്പോൾ പോലും പൊതുസമൂഹത്തിനൊപ്പം നിന്നവരാണ് ഉൾവനത്തിലെ ആദിവാസി സമൂഹമെന്നും അദ്ദേഹം പറഞ്ഞു. ലൈസൻസ് ലഭിച്ചവരിൽ 4 പേർ പ്രാക്തന ഗോത്രവർഗ വിഭാഗമായ മാഞ്ചേരി ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ടവരും 3 പേർ സ്ത്രീകളുമാണ്. പ്രാക്തന ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് ആദ്യമാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥനും മാഞ്ചേരി ചോലനായിക്ക നഗറിലെ അംഗവുമായ ബാലൻ പറഞ്ഞു. കഴിഞ്ഞ മുറയ്ക്ക് ഞങ്ങൾ പോലീസിനെ സമീപിച്ച് പോലീസിലെ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ സഹായിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ആവശ്യം DYSP സാറിനെ SP സാറിനെ അറിയിച്ച് അങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം ചോലനാക്കറിലെ ആദ്യത്തെ ഒരു ബാച്ച് ആയിരിക്കും ഇത്. കാരണം ഇതുവരെ ചോലനാക്കരുടെ ഇടയിൽ അങ്ങനെ ലൈസൻസ് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം വളരെ നന്ദിയും കടപ്പാടും പോലീസിനും മറ്റ് പഠിപ്പിച്ച സ്കൂളിലും RTO
ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ നാട്ടിലേക്ക് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന ടാക്സിയിലൂടെയാണ്. അപ്പോൾ ടാക്സി കൂലി ഏകദേശം ഞങ്ങൾ ഒരു വർഷത്തെ വരുമാനത്തിൽ നിന്ന് 60% പൈസയും പോകുന്നത് ടാക്സിക്കാണ്. അപ്പോൾ അതിന്നൊരു മാറ്റമായി ശരിക്കും ഈ വണ്ടി എടുത്തത് കൊണ്ട് ഞങ്ങൾക്കൊരു മാറ്റം കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1800 രൂപയോളം ആണ് ടാക്സി കൂലി ഒരു ഭാഗത്തേക്ക് എടുക്കുന്നത്. സ്വന്തമായി വണ്ടി എടുത്തപ്പോൾ ഒരു 500 രൂപയിൽ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം അത്രയും ലാഭം ഞങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് RTO KP ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി. നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ, കരുവാരക്കുണ്ട് CI ജയൻ, എടക്കര CI ബാബു, ആദിവാസി വിഭാഗത്തിൽ നിന്നും ബാലൻ മാഞ്ചേരി, ഗോപാലൻ പാട്ടക്കരിമ്പ്, വീരൻ ഉച്ചക്കുളം എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും നടത്തി. പോലീസിന്റെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണമടക്കം ഒരുക്കി നൽകിയിരുന്നു. A+ വിഷൻ, നിലമ്പൂർ. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, കർണാടക നഴ്സിംഗ് കൗൺസിൽ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ. പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. ഫസ്റ്റ് ഇയർ മുതൽ IELTS ജർമ്മൻ ലാംഗ്വേജ് കോച്ചിംഗ്. കോഴ്സിന് ശേഷം UK, ജർമ്മനി പ്ലേസ്മെന്റ്. ഗേൾസ് ഓൺലി ക്യാമ്പസ്. ഹോസ്റ്റലും കോളേജും ഒരേ ക്യാമ്പസിൽ. വിദ്യാഭ്യാസ വായ്പാ സൗകര്യം. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്.